അള്ളാഹുവിൻ്റെ കിതാബും പരിശുദ്ധ ഖുർആനും ഒരുപോലെ പ്രോത്സാഹിപ്പിച്ച ഒരു നന്മയാണ് വിശുദ്ധ മൗലിദിലൂടെ അഹ്ലുസുന്ന വൽ ജമാഅത്ത് ലോകത്ത് ആചരിക്കുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മൻ സന്ന സുന്നതൻ ഹസനതൻ ഫഅമില ബിഹാ കാന ലഹു അജ്റുഹാ വമിഥ്ലു അജ്രി മൻ അമില ബിഹാ ലാ യൻഖുസു മിൻ ഉജൂരിഹിം ഷൈആ. ഒരു നല്ല കാര്യം ഒരാൾ ചെയ്താൽ ആ നന്മ ആരൊക്കെ അവരെ കണ്ട് പിന്തുടരുന്നുവോ ആ ചെയ്യുന്നവരുടെ നന്മയും കൂലിയും ആ നന്മ തുടങ്ങി വെച്ച ആളുകൾക്ക് ആ ചെയ്യുന്നവരുടെ മുഴുവൻ കൂലിയും അവർക്ക് നഷ്ടപ്പെടാതെ ഇയാൾക്കുകൂടെ അള്ളാഹു നൽകുമെന്ന് വിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസിനെ നമ്മൾ വിസ്തരിക്കുമ്പോൾ, പഠനം നടത്തുമ്പോൾ ഒരു പണ്ഡിതനും ഒരാളും പറയില്ല ഇസ്ലാമിൽ ഇല്ലാത്തത് ഉണ്ടാക്കി കൂട്ടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. മഅദല്ലാഹ്, അങ്ങനെ പറയാൻ പോലും പാടില്ലല്ലോ. ഇസ്ലാമിൽ അടിസ്ഥാനമുള്ളത് ആ ഒരു ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഹദീസ് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചത് ഖൗലുഹു സുന്നതൻ ഹസനതൻ ത്വരീഖതൻ മർദിയതൻ യുഖ്തദാ ഫീഹാ, മനുഷ്യന് ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരു നന്മ. ഇവിടെ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നു, ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കുന്നു, ഇത് ബിദ്അത്തുൻ ഹസനത്തുൻ, ഇതൊരു നല്ല നന്മയാണ്. ഒരാൾ ചോദിക്കുക നബി തങ്ങളുടെ കാലത്ത് ഓഡിറ്റോറിയം ഉണ്ടോ, എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഇത്ര വലിയൊരു മണ്ടത്തരം ചോദിക്കുന്ന ആളുകളോട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും അടുത്തൊരു റബീഉൽ അവ്വൽ വരുമ്പോൾ തട്ടൊക്കെ സ്ഥിരിട്ട് റെഡിയായി വന്നിട്ട് ഇത് പാടില്ല എന്ന് പറയാൻ നിൽക്കുന്ന ഈ പരിപാടി ഒന്ന് നിർത്തണേ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വേറെ ഒന്നിനും തെളിവ് വേണ്ട. റബീഉൽ അവ്വൽ വരുമ്പോൾ അവരങ്ങ് സടകുടഞ്ഞ് എഴുന്നേൽക്കും, അതിനെന്താ തെളിവ്? പൊന്നുകൂട്ടരെ, ഹബീബായ നബി തങ്ങളുടെ കാലത്ത് പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. അത് നബി തങ്ങൾ ചെയ്തതാണോ? വിശുദ്ധ ഖുർആനിൽ ഫതുഹും കസറും ദമ്മും ബാഇനും താഇനും സാഇനും പുള്ളികളും ഇതൊന്നും നബി തങ്ങളുടെ കാലത്തില്ലായിരുന്നു. ഖുർആനിൽ ഹിസ്ബുകൾ ചെയ്തിട്ടില്ലായിരുന്നു. ഖുർആനിൻ്റെ പേജുകൾക്ക് നമ്പറുകൾ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ഹബീബിൻ്റെ കാലത്ത്. ഇത് ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ചതല്ലേ? ആരെങ്കിലും പറഞ്ഞോ ഇത് പറ്റാത്തതാണെന്ന്? നിങ്ങൾ പോലും ഉദ്ധരിക്കുന്ന ഖുർആൻ, വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ബിദ്അത്താണെന്ന് പറഞ്ഞത് തള്ളാൻ പറ്റുമോ? ബിദ്അത്തുൻ ഹസന, അതൊരു നന്മയാണ്. എവിടെയൊക്കെ ബിദ്അത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടോ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ എന്താ പറഞ്ഞത്? ബിദ്അത്ത് നന്മയുണ്ട്, ബിദ്അത്ത് തിന്മയുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, നമ്മുടെ ഉസ്താദുമാരുണ്ടാക്കി പറയല്ല. ഇമാമുൽ അഇമ്മ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാമുൽ ശാഫിഈ, മഹാനായ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ, സുൽത്താനുൽ ഉലമ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി തആല അലൈഹി, ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി, ഇബ്നു ഹജർ അൽ ഹൈതമി, മുതഅഖിരീങ്ങളിൽ കടന്നുപോയ ഇമാമുന സുയൂത്തി, ഇമാം സുഹൈലി, ഇമാം സഖാവി, ഇമാം അൽ കത്താനി, ഈ പ്രഗത്ഭരായ പണ്ഡിതന്മാർ മുഴുവനും ലോകം അംഗീകരിക്കുന്ന എണ്ണിയാലൊടുങ്ങാത്ത പണ്ഡിതന്മാർ, ഇവരൊക്കെ പറയാൻ മുസ്ലിം ഉമ്മത്തിന് ഹബീബായ നബി തങ്ങൾ ഒഴിച്ചിട്ട് കൊടുത്ത എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങൾ വെക്കാതെ വെച്ചുകൊടുത്ത ഒരുപാട് നന്മകളുണ്ട്. ഹബീബിനെ പുകഴ്ത്തി പറയുന്നത് നന്മയല്ലേ? അതല്ലേ മൗലിദ് എന്ന് പറയുന്നത്. ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് നന്മയല്ലേ? അതല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഹബീബിന്റെ മനാഖിബുകൾ, അവിടുത്തെ സ്ഥാനമാനങ്ങൾ, ഇത് ഉയർത്തിപ്പറയുന്നത് നന്മയല്ലയോ? അവിടുത്തെ മദ്ഹ് പറയുന്ന ഹബീബിന് ഇഷ്ടമല്ലേ? അള്ളാഹു ഇഷ്ടപ്പെട്ടതല്ലേ? അതല്ലേ മൗലിദിൽ നടക്കുന്നത്? അതിൻ്റെ പേരിൽ എങ്ങനെയാണ് മൻ സന്ന സുന്നതൻ ഹസനതൻ എന്ന് പറഞ്ഞ ഹദീസിനെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്തു എന്നൊക്കെ പറയുന്നത്? ഏതടിസ്ഥാനത്തിലാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചവിടുത്ത് ഞാനിത് പറയുന്നത് മൗലിദിനെ സംബന്ധിച്ച് പരാമർശം നടത്തിയപ്പോൾ അത് ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു എന്നൊരു ദുർവ്യാഖ്യാനം നടത്തിയ ഒരാൾക്ക് മാത്രം ഞാൻ നൽകുന്ന മറുപടിയാണ്. അത് ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. നന്മയും തിന്മയും വേർതിരിക്കുന്നത് എങ്ങനെയാ മുസ്ലിമീങ്ങൾക്കറിയാം? ഈ ബിദ്അത്ത് നല്ലതാണോ അല്ലയോ?
ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടാകുന്ന നേരത്തെ ഉള്ളൂ. യൂണിവേഴ്സിറ്റികൾ ലോകത്ത് ഉള്ളെടുത്ത ഒരു ബിദ്അത്തുൻ ഹസനത്താൻ. നബി തങ്ങളുടെ കാലത്ത് യൂണിവേഴ്സിറ്റി ഉണ്ടോ? മദ്രസകളുണ്ടോ? ജുമുഅക്ക് 2 വാങ്ക് വിളിക്കുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കൊണ്ടുവന്ന ബിദ്അത്തുൻ ഹസനത്താൻ. തറാവീഹിന് ഇമാമിനെ നിർത്തിയത് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത ബിദ്അത്തുൻ ഹസനത്താൻ. എന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി, ഇത് എത്ര നല്ല ബിദ്അത്താണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു. എന്ന് പറഞ്ഞാൽ ദീനിൽ അടിസ്ഥാനമുള്ള വിഷയങ്ങളെ പണ്ഡിതന്മാർ ഇസ്തിഹ്സാനിന്റെയോ അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞുപോയ ഒരു ഹദീസിന്റെയോ ഒരു പ്രമാണത്തിന്റെയോ ബലത്തിൽ പണ്ഡിത ലോകം അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിനെ തള്ളപ്പെടേണ്ടതാണ് എന്ന് പറയാൻ പാടില്ല. ഹറാം ഒരിക്കലും ഒന്നുകൂടെ. നബി തങ്ങളുടെ മൗലിദ് ആചരിക്കുകയാണ്, അവിടെ വാദ്യമേളങ്ങളും ആണുങ്ങളും പെണ്ണുങ്ങളും മിക്സ് കലർന്ന് നടക്കുന്നതോ അല്ലെങ്കിൽ ഗാനമേളകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇതൊന്നും കുറിച്ചല്ലല്ലോ നമ്മൾ പറയുന്നത്. ഹബീബിനെ കുറിച്ച് നല്ലത് പറയുന്ന മജ്ലിസുകൾ, മുത്തുനബിയെ കുറിച്ച് നമ്മുടെ മക്കള് പ്രസംഗിക്കുന്നത്, പാട്ടുപാടുന്നത്, ബൈത്തുകൾ ചൊല്ലുന്നത്, നമ്മൾ അന്നദാനം നടത്തുന്നു. അന്നദാനം എത്രയും വലിയ പുണ്യമല്ലേ? ഇനി വിശപ്പില്ല എന്ന് വിചാരിക്കുക, നമ്മൾ വിശക്കുന്നവരല്ലല്ലോ. നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. പുണ്യനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നാട്ടുകാർക്കും വീട്ടുകാർക്കും പാവപ്പെട്ടവർക്കും നിങ്ങളുടെ കുടുംബക്കാർക്കും സൗഹൃദത്തിനും മഹല്ലുകളിലും ഭക്ഷണ വിതരണം ചെയ്തോളൂ. അത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അതല്ലേ മൗലിദിന് നടക്കുന്നുള്ളൂ. ഞാൻ ഈ പറഞ്ഞതിനെ എതിർത്ത് പറഞ്ഞ ഈ മനുഷ്യൻ, അദ്ദേഹം ആ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു വാക്ക് അവിടെ ഓതിയിട്ട് അർത്ഥം വെക്കാതെ അദ്ദേഹം മുങ്ങിക്കളഞ്ഞു. ശറഇൽ അംഗീകരിക്കപ്പെട്ട ഒരു അടിസ്ഥാനം അതിനുണ്ടോ ഇല്ലയോ? ശറഇൽ അംഗീകരിക്കപ്പെടുന്ന ഒരു അടിസ്ഥാനം ആ നന്മക്കുണ്ടെങ്കിൽ അത് ബിദ്അത്തുൻ ഹസനത്താണ്. ഇനി ചോദിക്കട്ടെ, ഈ പറഞ്ഞ ഈ വാക്കുകൾക്ക് പോലും അർത്ഥം പറയാതെ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് എന്നെ സംബന്ധിച്ച് ആരോപണം ഉന്നയിക്കുന്ന ഈ സുഹൃത്തൊന്ന് ചിന്തിക്കുന്നുണ്ടോ? പുണ്യനബി തങ്ങളുടെ മൗലിദ് വരുമ്പോ, ഇതുപോലെയുള്ള മജ്ലിസുകൾ വരുമ്പോ സ്വലാത്തു ചൊല്ലുന്നത് ശറഇൽ അസ്ലുള്ളതല്ലയോ? ഹബീബിനെ മദ്ഹ് ചെയ്യുന്നത് അസ്ലുള്ളതല്ലയോ? അന്നദാനം ചെയ്യുന്നത് അസ്ലല്ലേ? അത് ഹബീബിന്റെ മനാഖിബുകൾ പാടുന്നത് പുകഴ്ത്തുന്നത് അസ്ലല്ലയോ? ഇതൊക്കെ ഉണ്ടായിട്ട് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരാഘോഷത്തെക്കുറിച്ചും അവർക്ക് ഒരു തെളിവും വേണ്ട? അതൊന്നും കുഴപ്പമില്ല. മൗലിദ് വന്നു കഴിഞ്ഞാൽ റബീഉൽ അവ്വലിൽ അങ്ങ് മാളങ്ങളിൽ നിന്ന് പുറത്തു വരും. എന്നിട്ട് പറയും ഇത് പാടില്ലാത്തതാണ്. ഒരു ഈമാനുള്ളൊരു മനുഷ്യന് ഇത് പറയാൻ കഴിയോ? പുണ്യനബിയോട് മനസ്സിൽ മഹബ്ബത്തുള്ള ഒരാൾ, ഇമാം അബൂ ഷാമത്തുൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി തആല അലൈഹി, മഹാനവറുകൾ അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. ഫൽ ബിദ്അത്തുൽ ഹസന മുത്തഫഖുൻ അലാ ജവാസി ഫിഅലിഹാ വൽ ഇസ്തിഹ്ബാബി ലഹാ. നല്ല നന്മകൾ അത് സുന്നത്താണെന്നാണ്. വറജാഅ സവാബിഹാ ലിമൻ ഹസനത നിയ്യതുഹു ഫീഹാ. നല്ല നിയ്യത്തോടുകൂടെ ഒരു നന്മയാണ് നിങ്ങൾ ചെയ്യുന്നത്, അത് നബി തങ്ങളുടെ കാലത്തില്ലെന്നോ സ്വഹാബത്തിന്റെ കാലത്തില്ലെന്നോ എന്ന് വരാം. എന്നാൽ പോലും അതൊരു നന്മയാണെങ്കിൽ അത് കൂലി കിട്ടുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അല്ലാമ അൽ ഹാഫിൾ അബൂ ഷാമത്തുൽ മഖ്ദിസി, ഇത് ഏതെങ്കിലും ഒരു കേരളത്തിലെ ഒരു ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. അബൂ ഷാമത്തുൽ മഖ്ദിസി ആരാണെന്ന് ആദ്യം പഠിക്കുക. അൽ ഇമാമുൽ ഹാഫിൾ, പ്രഗൽഭനായ ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, വമിൻ അഹ്സനി മബ്തുദിഅ ഫീ സമാനിനാ മിൻ ഹാദൽ ഖബീലി, ഈ വിഷയത്തിൽ മുത്തുനബി തങ്ങളുടെ കാലത്തില്ലാത്തത് നമ്മുടെ കാലഘട്ടങ്ങളിൽ തുടങ്ങി വന്നതിൽ ഒരു ഉദാഹരണമാണ്. മാ കാന യുഫഅലു ബിമദീനത്തി ഇർബൽ കുല്ല ആമിൻ ഫിൽ യൗമിൽ മുവാഫിഖ് ലിയൗമി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനസ് സ്വദഖാത്തി വൽ മഅറൂഫ്. പുണ്യനബി തങ്ങളുടെ മൗലിദിൽ, ആ മൗലിദ് വരുമ്പോ നമ്മുടെ നാട്ടിലെ ഇർബിൽ പട്ടണത്തിൽ എന്ന് അദ്ദേഹം അബൂ ഷാമത്തുൽ മഖ്ദിസി തന്റെ നാടിനടുത്തൊരു പ്രദേശത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയാ, മൗലിദ് നടത്തുന്നത് ഇതുപോലെയുള്ള ഒരു നന്മയാണ്. കാരണം ഇത് ഹബീബിനോടുള്ള മഹബ്ബത്താണ്. മുശ്ഇറും ബിമഹബ്ബത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഅദീമിഹി. ഇത് ഹബീബിനെ പുകഴ്ത്തി പറയലല്ലേ? ഇത് ഹബീബിനെ ആദരിക്കുന്ന സദസ്സല്ലയോ? ഇത് ഹബീബിനെ പരിചയപ്പെടുത്തുന്ന സദസ്സല്ലയോ? നമ്മുടെ കുട്ടികൾക്ക് ഇന്നറിയാത്ത ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ? പുണ്യനബിയെ കുറിച്ച് എത്ര അറിയാം? അംബിയാഇനെ കുറിച്ച് എത്ര അറിയാം? ബദരീങ്ങളിലെ ശുഹദാക്കളെ കുറിച്ച് എത്ര പേർക്കറിയാം? ഹബീബിന്റെ സ്വഹാബികളെ കുറിച്ച്,
അശറത്തുൽ മുബശ്ശരീങ്ങളെ കുറിച്ച് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കിട്ടാവുന്ന അവസരങ്ങളെ നമ്മൾ ഉപയോഗിക്കുകയല്ലേ വേണ്ടത്? ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഹബീബിനെ പറ്റി പറയുന്ന ഒരു മൗലിദ് വരുമ്പോൾ മാത്രം ഇതൊക്കെ ബിദ്അത്താണെന്നും പാടില്ലെന്നും പറയുന്നത് പുണ്യനബിയോട് മനസ്സിനുള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ, ഉസൂൽ ശരീഅത്തിന്റെ അസുലുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, മഹാന്മാരായ ഇമാമുകളുടെ അഭിപ്രായങ്ങളെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരാൾക്ക് പറയാൻ കഴിയൂല. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ കേരളത്തിലെ മലയാളികളായ കുറച്ചാളുകളെങ്കിലും ഈ റബീഉൽ അവ്വൽ വരുമ്പോൾ മാത്രം മാളങ്ങളിൽ നിന്ന് പുറത്തു വന്ന് മുസ്ലിം ഉമ്മത്തിനോട് ഇത് ബിദ്അത്താണെന്ന് പറയുന്ന ഏർപ്പാട് നിർത്തിവെക്കണം. ഞാനതിന് കുറച്ച് കാര്യങ്ങളെ വിസ്തരിക്കുകയാണ്. എന്തുകൊണ്ട് ഇതെന്ന് ഞാൻ ഓതി വെച്ചത് സൂറത്തു മറിയമിലെ ആയത്തുകളാണ്. സയ്യിദത്തുന മറിയം ബീവിയെ കുറിച്ച് അള്ളാഹു പറയുന്നൊരു ഭാഗമാണത്. അതിനു മുമ്പ് ഒരു ഹദീത്ത് ഞാൻ ഉദ്ധരിക്കുകയാണ്. ഈ ഹദീത്ത് ഇമാം മുസ്ലിം തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം തുർമുദി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിലേറെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ, ബിദ്അഈ പ്രസ്ഥാനത്തിന്റെ ആളുകളൊക്കെ ഇടക്കൊക്കെ ഒന്ന് കൂട്ടുപിടിക്കാൻ നോക്കാറുണ്ട് മഹാനായ അഹ്ലുസുന്നയുടെ ഇമാമായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ. വഹുവ മിൻഹും ബരി. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ അഹ്ലുസുന്നയുടെ ഇമാമാണ്. മഹാനവറുകൾ അവരുടെ മുസ്നദിൽ കൊണ്ടുവന്ന ഒരു ഹദീസ്, ഖറജ മുആവിയതു അലാ ഹൽഖത്തിൻ ഫിൽ മസ്ജിദ്. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു മസ്ജിദിലേക്ക് കടന്നു വരുമ്പോൾ കുറെ ആളുകൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. മാ അജ്ലസകും, നിങ്ങൾ എന്തിനാണ് ഇരുന്നത്? ഖാലൂ, സ്വഹാബികളും താബിഈകളും അടങ്ങുന്ന ഒരു സംഘം ആളുകൾ, ജലസ്നാ നദ്കുറുല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഈ മജ്ലിസിൽ. അല്ലാഹി മാ അജ്ലസകും ഇല്ലാ ദാക്, ഇതിനു വേണ്ടി മാത്രമാണോ നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഖാലൂ വല്ലാഹി മാ അജ്ലസനാ ഇല്ലാ ദാക്, ഞങ്ങൾ അല്ലാഹുവിനെ ഓർക്കാൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അമ്മാ ഇന്നി ലം അസ്തഹ്ലിഫ്കും തുഹ്മതൻ ലക്കും, ഞാൻ നിങ്ങളോട് അല്ലാഹുവിന് വേണ്ടി തന്നെയാണോ എന്ന് നിങ്ങളോട് സത്യമിടിച്ച് ചോദിച്ചത് വെറുതെയല്ല. മാ കാന അഹദുൻ ബിമൻസിലതി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖല്ല അൻഹു ഹദീസൻ മിന്നി, ഞാൻ ഹബീബിന്റെ കൂടെ ജീവിച്ച ആളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്ത് എനിക്ക് എത്ര സ്ഥാനമുണ്ടായിരുന്നു നിങ്ങൾക്കറിയുമോ? മുആവിയ തങ്ങൾ ആരാണ്? കാതിബ് വഹി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ വഹി രേഖപ്പെടുത്തിയിരുന്ന സ്വഹാബിയാണ്. അതുമാത്രമല്ല, റംല ബീവി എന്ന് പറയുന്ന ഹബീബിന്റെ ഭാര്യയായ ഉമ്മു ഹബീബ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ് മുആവിയ റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ ഭാര്യയുടെ സഹോദരൻ. അതുകൊണ്ട് മുആവിയ തങ്ങൾ പറയുന്നു, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ അലാ ഹൽഖത്തിൻ മിൻ അസ്ഹാബിഹി. മൗലിദിന്റെ മജ്ലിസുകൾ ഉണ്ടാകുമ്പോഴേക്കും കേരളത്തിലെ അഹ്ലുസുന്നയുടെ ആളുകളോട് ബിദ്അത്താണെന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ ചെവി തുറന്ന് കേൾക്കണം. ഈ ഹദീത്ത് സ്വഹീഹ് മുസ്ലിമിലുണ്ട്, മുസ്നദിലുണ്ട്, തുർമുദിയിലുണ്ട്. സ്വഹഹുൽ അൽബാനി എന്ന് നിങ്ങൾ ഏതിനും 40 വട്ടം പറയുന്ന നസ്റുദ്ദീൻ അൽബാനി എന്ന് പറയുന്ന ഈ അടുത്ത കാലത്ത് കഴിഞ്ഞുപോയ മുഹദ്ദിസ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന മനുഷ്യൻ സ്വഹീഹാണെന്ന് അംഗീകരിച്ച ഹദീസാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. ഇതൊക്കെ പറയണ എന്തിനാണെന്നറിയോ? ഇനി ദയവ് ചെയ്ത് ഈ വർത്താനായിട്ട് വരരുത് എന്ന് വിചാരിച്ചിട്ടാണ്, സങ്കടം തോന്നുകയാണ്. അതുകൊണ്ട് ഞാൻ പറയാം, ഈ ഹദീസ് നിങ്ങളൊന്ന് കേൾക്കണം. وإن رسول الله صلى الله عليه وسلم خرج على حلقة من أصحابه. പുണ്യനബി തങ്ങളുടെ സ്വഹാബിമാർ മജ്ലിസിൽ വട്ടം കൂടിയിരിക്കുമ്പോ, ഹലക്കയിലിരിക്കുമ്പോ ദിക്ർ ചൊല്ലുന്നതിന്റെ പവിത്രത പറയുന്ന ബാബിലാണ് ഇമാം മുസ്ലിം തങ്ങൾ ഈ ഹദീസ് ഉദ്ധരിച്ച കിതാബുദ് ദിക്രി വദ്ദുആഇ വത്തൗബതി വൽഇസ്തിഗ്ഫാർ വഫളിൽ ഇജ്തിമാഇ അലാ തിലാവത്തിൽ ഖുർആനി വഅലാ ദിക്ർ. അല്ലാഹുവിനെ ഓർക്കാൻ, ഹബീബായ നബി തങ്ങളെ ഓർക്കുന്നത് അല്ലാഹു റബ്ബിനോടുള്ള, റബ്ബ് തആലയെ ഓർക്കുന്ന ഇബാദത്തിനോട് അല്ലാഹു അന്വരിച്ചു പറഞ്ഞ വിഷയമാണ്. പുണ്യനബി തങ്ങൾ ചോദിച്ചു, സ്വഹാബികളെ, മാ അജ്ലസകും, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഞങ്ങളോട് അന്നൊരിക്കൽ ചോദിച്ചു. മുആവിയ തങ്ങൾ ഇത് കാണുമ്പോൾ അവരോട് തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നടന്നൊരു സംഭവം മഹാനവറുകൾ ഉയർത്തി കൊടുക്കുകയാണ്. ഖാലൂ,
അന്ന് ഞങ്ങൾ സ്വഹാബിമാർ പറഞ്ഞു, ജലസ്നാ നദ്കുറുല്ലാഹ വനഹ്മദുഹു അലാ മാ ഹദാനാ ലിൽ ഇസ്ലാം വമന്ന ബിഹി അലൈനാ. ഞങ്ങളെന്ന് പറഞ്ഞു, നബിയേ, അല്ലാഹു ഞങ്ങൾക്ക് ചെയ്ത ഹിദായത്തിനെ കുറിച്ച് ഓർക്കുകയാണ്. ഞങ്ങൾ മുസ്ലിമാവാൻ ഭാഗ്യമില്ലാതിരുന്നെങ്കിൽ, ഞങ്ങളെങ്ങാനും ഇസ്ലാം സ്വീകരിക്കാൻ ഭാഗ്യമില്ലാതെ പോവുകയായിരുന്നുവെങ്കിൽ, വമന്ന ബിഹി അലൈന, ഞങ്ങൾക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ് നബിയേ എന്ന് ഞങ്ങൾ പറഞ്ഞു. ഇതേ സംഭവം അൽബാനി സ്വഹീഹാണെന്ന് പറയുന്ന ഇമാം നസായി തങ്ങളും മുസ്ലിം തങ്ങളും തിർമിദി തങ്ങളും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ വമന്ന അലൈനാ ബികാ, നബിയേ, അങ്ങ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ റസൂലായ അങ്ങയെ ഞങ്ങൾക്ക് അല്ലാഹു നിഅമത്തായി തന്നതിനെ ഞങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെ ചെയ്യുന്നവര്? ഞങ്ങൾ ഖുർആൻ അല്ലാഹുവിനെ ഓർക്കുകയാണ് നബിയെ, പിന്നെയോ അങ്ങയെ ഞങ്ങൾക്ക് അല്ലാഹു നൽകിയ ആ ഒരു നിഅമത്തിനെയും കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ദുർവ്യാഖ്യാനമല്ല, ഹദീസിന്റെ മഅനയാണ്. വളരെ വ്യക്തമായ സ്വരീഹായ ദലാലത്താണിത്. അങ്ങയെക്കുറിച്ച് ഞങ്ങൾ ഓർക്കുകയായിരുന്നു നബിയേ. അങ്ങ് എന്ന് പറയുന്നത് അല്ലാഹു ഞങ്ങൾക്ക് തന്ന നിഅമത്തല്ലയോ? ആ നിഅമത്തിനെ കുറിച്ച് ഞങ്ങൾ ഓർക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ, ലോകത്തിന്റെ ഗുരു എന്താണ് ഹബീബിനെ കുറിച്ച് പറയുന്ന ഒരു സദസ്സിനോട് പറഞ്ഞത് എന്ന് നമ്മുടെ നാട്ടിലെ മലയാളത്തിൽ ബിദ്അത്ത് എന്ന ആരോപണങ്ങളുമായി, തക്ഫീറിന്റെ ആരോപണങ്ങളുമായി വരുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണമേ. തങ്ങൾ പറഞ്ഞോ, എന്ത് ബിദ്അത്താ നിങ്ങൾ ചെയ്യുന്നത്, എന്ത് ളലാലത്താ നിങ്ങൾ ചെയ്യുന്നത്, എഴുന്നേറ്റ് പോയെന്ന് പറഞ്ഞോ? ഇത് പാടില്ലെന്നാണോ തങ്ങൾ പറഞ്ഞത്? ഹബീബിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സിനോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ വാക്ക് നോക്കണം. ഹബീബായ തങ്ങൾ പറയുകയാണ്, അമ്മാ ഇന്നി ലം അസ്തഹ്ലിഫുകും തുഹ്മതൻ ലക്കും. അതുതന്നെയാണോ എന്ന് നബി തങ്ങൾ ഞങ്ങളോട് ചോദിച്ചു. ഖാല അല്ലാഹു മാ ജലസകും ഇല്ലാ ദാലിക്. അല്ലാഹനെ വിചാരിച്ചു പറയണേ, ഇതിന് മാത്രമാണോ നിങ്ങൾ ഇവിടെ വന്നത്? അല്ലാഹനെ ഓർക്കാനും എന്നെ കുറിച്ച് പറയാനുമാണോ വന്നത്? ഖാലൂ അല്ലാഹു മാ അജ്ലസനാ ഇല്ലാ ദാലിക്. ഇതിനു വേണ്ടി തന്നെയാ നബിയെ ഞങ്ങൾ ഇരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ, മുസ്ലിം ഉമ്മത്തിനോട് എന്താണ് ചെയ്യേണ്ടത്, ചെയ്യരുതാത്തത് എന്ന് ശരീഅത്തിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു തരുന്ന ലോകത്തിന്റെ ഗുരു എന്താണ് മറുപടി പറയുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിലെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആദർശ വിശ്വാസം ബിദ്അത്തിന്റെ ചാപ്പ കുത്തിയിട്ട് എല്ലാ വർഷാവർഷങ്ങളിൽ കിട്ടാവുന്ന ഏതെങ്കിലും ആളുകളുടേത് ദുർവ്യാഖ്യാനം ചെയ്തിട്ടും കട്ടിട്ടും അല്ലാതെയും കട്ട് ചെയ്തിട്ടും ക്ലിപ്പുകൾ ഉണ്ടാക്കി റബീഉൽ അവ്വൽ എന്ന് പറയുന്ന പുണ്യമായൊരു മാസത്തെ ഈ ലോകം മുസ്ലിം ഉമ്മത്ത് ആചരിക്കുന്നതിനെ എതിർത്ത് കാണുന്നവരൊന്ന് മനസ്സിലാക്കണേ. ഖാല അമാ ഇന്നി ലം അസ്തഹ്ലിഫുകും. പുണ്യനബി പറയുകയാണ്, എന്താ പറഞ്ഞത്? നിങ്ങളോട് ഞാൻ അല്ലാഹനെ വിചാരിച്ച് പറയണേ എന്ന് പറഞ്ഞത് തുഹ്മതൻ ലക്കും, നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ സംശയിച്ചതുകൊണ്ടല്ല. പിന്നെയോ ഇന്നമാ അതാനി ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് വന്നു. ഫഅഖ്ബറനീ, എന്നിട്ട് എന്നോട് പറഞ്ഞു, അന്നല്ലാഹു അസ്സ വജല്ല യുബാഹി ബികുമുൽ മലായിക. അല്ലാഹുവിന്റെ മലക്കുകൾ, സ്വഹാബികളെ, നിങ്ങളെക്കുറിച്ച് അല്ലാഹുവിന്റെ മലക്കുകളോട് അല്ലാഹു അഭിമാനം പറയുന്നുണ്ട് എന്ന് എന്നോട് ജിബ്രീൽ തങ്ങൾ വന്ന് പറഞ്ഞു. അതറിയിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ മദ്ഹ് പറഞ്ഞ ഒരു സദസ്സിനെ അള്ളാന്റെ ജിബ്രീൽ വന്ന് അനുഗ്രഹിക്കുകയും അള്ളാഹു അവന്റെ മലക്കുകളോട് അഭിമാനം പറയുന്നുണ്ട് നബിയേ എന്ന് സ്വഹാബികളോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞതാണ്. ഹബീബിനെ കുറിച്ച് ഓർക്കുന്ന ഒരു മജ്ലിസിന്റെ പുണ്യം അത് റബീഉൽ അവ്വലായ പറ്റൂല എന്ന അഭിപ്രായമുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്ക് ചർച്ചയെ വഴിമാറ്റണം. റബീഉൽ അവ്വൽ അത് പാടില്ലെന്നാണോ ഉദ്ദേശിക്കുന്നത്? വദക്കിറുഹും ബിഅയ്യാമില്ലാഹ്, അല്ലാഹുവിന്റെ ദിവസങ്ങളെ കുറിച്ച് നബിയെ അങ്ങയുടെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കണം.
വദക്കിറുഹും ബിഅയ്യാമില്ലാഹ്, അല്ലാഹുവിൻ്റെ സംവിധാനങ്ങളിൽ ലോകത്ത് ഓരോരോ ദിവസങ്ങൾക്ക് മറ്റു ദിവസങ്ങളെക്കാൾ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായ ദിവസങ്ങളെ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ആയത്തിൽ വമിൻ അഅ്ളമി അയ്യാമില്ലാഹി ഖദ്റൻ യൗമു മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാന്മാർ വിവരിക്കുകയാണ്, അത്തരം മഹത്തരമായ ദിവസങ്ങളിൽ ഒന്നല്ലയോ റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്ന ഹബീബ് ജനിച്ച നാൾ. റബീഉൽ അവ്വൽ 12, അത് ഓരോ വർഷങ്ങളിലും ദിവസം മാറി മാറി വരും. കലണ്ടറിനെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് അതിൽ സംശയം വരേണ്ട കാര്യമില്ല. റബീഉൽ അവ്വൽ 12 എല്ലാ കൊല്ലം എങ്ങനെ തിങ്കളാഴ്ച കിട്ടുക? കലണ്ടർ എന്താണെന്ന് അറിയുന്നവർക്ക് അതറിയും. അങ്ങനെ വസ്വാസം ഉണ്ടാക്കുന്നവരുണ്ട്. കലണ്ടർ പഠിച്ചാൽ തീരാവുന്ന വിഷയമല്ലേ അത്. ഹബീബ് ജനിച്ചത് റബീഉൽ അവ്വൽ 12 റമളാൻ 27 ഏതൊക്കെ ദിവസങ്ങളിലൂടെ കടന്നു പോകും. ആ 27 പ്രത്യേകതയെങ്കിൽ ആ 27 എന്നാ നോക്കുക, അത് ഏത് ദിവസമാണെന്നല്ല. റബീഉൽ അവ്വൽ 12 പ്രത്യേകത. അത് ചിലപ്പോൾ ചൊവ്വാഴ്ചയാവാം, ശനിയാഴ്ചയാവാം, തിങ്കളാഴ്ചയും ആവാം. വിശ്വാസം ഉണ്ടാക്കുക, എന്താ ചെയ്യപ്പെടച്ചോനെ. വദക്കിറുഹും ബിഅയ്യാമില്ലാഹ്, അല്ലാഹുവിൻ്റെ നാളുകളെ കുറിച്ച് ഓർമ്മിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ ആ നാളുകളിൽ ശ്രേഷ്ഠമായ നാള് ലോകത്തിന്റെ ഗുരു ജനിച്ച നാളല്ലയോ? എന്തുകൊണ്ട്? ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. ഒരു മനുഷ്യന്റെയും ആയുസ്സിനെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്തിട്ടില്ല, ഹബീബായ നബി തങ്ങളുടെ ആയുസ്സിനെ വെച്ചല്ലാതെ. അങ്ങനെ അല്ലാഹു സത്യം ചെയ്തിട്ടുണ്ട്. വശംസി വദുഹാഹാ, സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യപ്രകാശത്തെ തന്നെയാണ് സത്യം. എന്തുകൊണ്ട്? സൂര്യന്റെ പ്രഭയും അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. നമുക്കറിയാതെ ലോകത്തെ ഏറ്റവും വെലോസിറ്റി ഉള്ള സാധനം, ഏറ്റവും വേഗതയുള്ള സാധനം സൺറൈസ്, സൂര്യപ്രകാശമാണ്. അതിനെയാണ് ഖുർആൻ ദുഹാ എന്ന് പറയുന്നത്. സൂര്യന്റെ പ്രകാശം, സൂര്യനെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ, മനോഹരമായ ശാന്തി വിടർത്തുന്ന രാവുകളെ തന്നെയാണ് സത്യം. രാത്രിയെ സത്യം ചെയ്തിട്ടുണ്ട് അല്ലാഹു, പകലിനെ സത്യം ചെയ്തിട്ടുണ്ട്. ഈ രാത്രിയും പകലും വരണമെങ്കിലേ ഭൂമിയും സൂര്യനും ചന്ദ്രനും കൃത്യമായ നേർരേഖയിൽ, കൃത്യമായ സ്പീഡിൽ, കൃത്യമായ ഡിസ്റ്റൻസിൽ യാത്ര ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ രാവും പകലും ഇങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് അത്ഭുതങ്ങളിൽ അത്ഭുതമാണത്. ഇനി അല്ലാഹു സത്യം ചെയ്ത് എന്താണെന്നറിയോ? ലഅംറുക, മുഹമ്മദ് നബിയേ, അങ്ങയുടെ ആയുസ്സിനെ തന്നെയാണ് സത്യം. അത്ഭുതമുള്ള വസ്തുക്കളെയല്ലയോ അല്ലാഹു സത്യം ചെയ്യുന്നത്? ഹബീബിന്റെ ആയുസ്സാണ് സത്യമെങ്കിൽ ആ ആയുസ്സിന്റെ തുടക്കം ഹബീബിന്റെ ജനനം നടന്ന രാത്രിയല്ലയോ? അല്ലേ? ഹബീബിന്റെ ആയുസ്സിനെ അല്ലാഹു സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹബീബ് ജനിച്ച ദിവസത്തിന് പുണ്യമുണ്ടെന്നല്ലേ അതിനർത്ഥം? ഹബീബിന്റെ യൗമു വഫാത്തും, ഹബീബ് വഫാത്തായതും റബീഉൽ അവ്വൽ 12 തന്നെയായിരുന്നു. അതും ശരിയാണ്. അപ്പൊ ചിലർ വസ്വാസ് പറയും, എന്നാ പിന്നെ നമ്മൾ അടിയന്തരം കഴിക്കല്ലേ വേണ്ടത്, സങ്കടപ്പെടല്ലേ വേണ്ടത്? അതുകൊണ്ട് ചോദിക്കട്ടെ, ഹബീബിന്റെ മരണം നമ്മുടെ മരണം പോലെയാണോ? ഹബീബിന്റെ വഫാത്ത് എന്ന് പറയുന്നത് പുണ്യനിബിതങ്ങളും അമ്പിയാക്കന്മാരും ഖബറിൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് ഈ ലോകത്തെ ഒരു ജീവിതത്തിൽ നിന്ന് ബർസഖിയായ കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്ത ഒരു അദൃശ്യ ലോകത്തിന്റെ മറയിലേക്ക് പോയത് മാത്രമാണ്. ഖബറിന്റെ ഉള്ളിൽ അവർക്ക് ജീവിതമുണ്ട് എന്ന് എത്ര ഹദീസിലാണ് നിബിതങ്ങൾ പഠിപ്പിച്ചത്. ഹയാതി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ മരണം നിങ്ങൾക്ക് ഖൈറാണ്. പുണ്യനബി ഞങ്ങൾ പറഞ്ഞു, ഞാൻ മരിച്ചുപോയാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന നബിയാണ്. ഞാൻ മരിച്ചുപോയാലും നിങ്ങളുടെ സ്വലാത്തുകൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കണം, കോടിക്കണക്കിന് ആളുകൾ ഹബീബിന്റെ ഉമ്മത്തികളുണ്ട് ലോകത്ത്. കോടിക്കണക്കിന് ആളുകൾ ഹബീബിന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ദിവസം, ഒരു നേരം.
അവർക്കെല്ലാം മറുപടി കൊടുക്കുന്നുണ്ട് ഞാൻ, മരണത്തിന് ശേഷവും അത് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മരണം നമ്മുടെ മരണം പോലെയാണോ? റസൂലുള്ളാഹിന്റെ മരണം ദുഃഖിക്കേണ്ടതുണ്ട്. ഉമ്മത്തിന് വന്ന വലിയൊരു പരീക്ഷണമാണ്, ഉമ്മത്തിന് വന്ന ദുരന്തം ശരി തന്നെയാണ്. പക്ഷേ ഹബീബിന്റെ ആ മരണത്തോടുകൂടെയുള്ള യാത്ര മറ്റൊരു ജീവിതത്തിലേക്കുള്ള യാത്രയാണ്. പ്രവാചകന്മാരുടെ ശരീരം മണ്ണിനോട് ഭൂമിയോട് തിന്നരുതേ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി തങ്ങള് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പോകട്ടെ, വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളിൽ ശ്രേഷ്ഠമായ ദിവസമല്ലയോ വെള്ളിയാഴ്ച, അല്ലേ? ദിവസങ്ങളുടെ നേതാവാരാ? യൗമുൽ ജുമുഅ. എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ചക്ക് പ്രത്യേകത ഉണ്ടാവാൻ കാരണം? എന്താ അതിന്റെ കാരണം? ഫീഹി ഖുലിഖ ആദമു, ആദം നബി സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ്. വഫീഹി ഉദ്ഖിലൽ ജന്ന, വെള്ളിയാഴ്ചയിലേക്ക് കടത്തപ്പെട്ടത്. വഫീഹി ഉഖ്രിജ മിൻഹാ, വെള്ളിയാഴ്ച തന്നെയാണ് ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതും. ഇനി ആരെങ്കിലും പറയോ വെള്ളിയാഴ്ചക്ക് ശ്രേഷ്ഠതല്ല, എന്തേ? അത് ആദം നബിയെ ഭൂമിക്ക് ഇറക്കിയ ദിവസമല്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ? വെള്ളിയാഴ്ചയിൽ ആദം നബി സൃഷ്ടിക്കപ്പെട്ടതും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടതും ശരി തന്നെ. ആദം നബി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു ദുരന്തം നടന്നതും വെള്ളിയാഴ്ച തന്നെയാണ്. എന്നിട്ടും പോലും വെള്ളിയാഴ്ച എന്ന ദിവസത്തിന് മഹത്വം കുറയുന്നില്ലെങ്കിൽ, ഹബീബ് ജനിച്ചതും മരണപ്പെട്ടതും വഫാത്തായതും ഒരു ദിവസമായതിന്റെ പേരിൽ ഹബീബ് എന്ന് പറഞ്ഞ് നിഅമത്ത്, ഹബീബ് അല്ലാഹുവിന്റെ റഹ്മത്തല്ലയോ? ആ റഹ്മത്തിനെ നിങ്ങൾ സന്തോഷിക്കണമെന്നല്ലേ പറഞ്ഞത്? ജനിച്ച ഒരു കുട്ടിക്ക് അഖീഖ തറുക്കണമെന്ന് പറഞ്ഞു, മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടി അഖീഖ തറുക്കാൻ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് സന്തോഷം ശറഅ് അംഗീകരിച്ചതാണ്. മരണപ്പെട്ടു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ടത്, മഅ്തം ചെയ്യേണ്ടത് 3 ദിവസം മാത്രമേ പാടുള്ളൂ. 3 ദിവസം കഴിഞ്ഞാൽ കണ്ടോളൻസ് പീരീഡ്, ഗ്രീവിംഗ് പീരീഡ് കഴിഞ്ഞു, പിന്നെ സങ്കടപ്പെട്ടിരിക്കാൻ പാടില്ല, സങ്കടം വന്നേക്കും. ഔപചാരികമായ ദുഃഖാചരണം ഒരു മരണം കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ മരണം കഴിഞ്ഞാൽ 3 ദിവസം മാത്രമാണ്. ഇതൊന്നും അറിയാതെ ഹബീബ് വഫാത്തായത് അന്നല്ലേ എന്നും പറഞ്ഞിട്ട് അന്ന് അടിയന്തരം കഴിക്കാൻ നടക്കുന്ന ആളുകൾ അറിയണേ, എത്ര വലിയ അർത്ഥശൂന്യതയാ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉമ്മത്തിനോട്. എന്നിട്ട് തങ്ങളുടെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പോലും റബീഉൽ അവ്വലിലെങ്കിലും ഹബീബിന്റെ മജ്ലിസിൽ വന്നിരുന്ന് ആ പുണ്യം നേടാൻ അവസരമുണ്ടാകുന്നുണ്ടോ? മാറ്റി നിർത്തിയില്ലേ? അവർ പല കളിക്കും പോകുന്നുണ്ട്. റബീഉൽ അവ്വലിന്റെ പ്രോഗ്രാം ഉണ്ട് നമ്മുടെ മഞ്ഞപ്പാറ പള്ളിയിൽ, മദ്രസയിൽ. അത് പറ്റൂല. അവിടെ വേറെ പല ആഘോഷങ്ങളും നടക്കുന്നുണ്ട് നാട്ടില്. അതിനൊന്നും കുഴപ്പം, അതിനും തെളിവും വേണ്ട, ഒന്നും വേണ്ട. ഇതിന് ഖുർആനും സുന്നത്തും തെളിവ് വേണം. അവരെ നോക്കിയിട്ട് തെളിവ് കാണുന്നില്ല. കണ്ണ് വേണ്ടേ? കണ്ണില്ലാത്തത് കൊണ്ടാണ്. വദക്കിറുഹും ബിഅയ്യാമില്ലാഹ് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹൂ. സൂറത്ത് യൂനുസ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, നബിയേ അല്ലാഹുവിന്റെ അനുഗ്രഹവും അല്ലാഹുവിന്റെ റഹ്മത്തും നിങ്ങൾ എടുത്തു പറയണേ. നമുക്കൊരു വീടുണ്ട്, ആ വീടുണ്ടെങ്കിൽ അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കൊരു വീടുണ്ടായി. ഒരു കുഞ്ഞു ജനിച്ചു, അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കൊരു കുഞ്ഞു ജനിച്ചു. ഒരു ബൈക്ക് വാങ്ങിച്ചു, ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു, ഒരു കാറ് വാങ്ങിച്ചു. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, ഫضല് കൊണ്ട്, ഔദാര്യം കൊണ്ട് എനിക്കതിന് സാധിച്ചു. ഇങ്ങനെ നമ്മൾ പറയാവൂ, അല്ലേ? ഔദാര്യം അള്ളാഹു തന്നതിനെ എടുത്തു പറയുന്നത് സുന്നത്താ. എന്ത് ചെയ്യരുത്? അഹങ്കാരം പറയരുത്, മേന്മ പറയരുത്, എനിക്കുണ്ട് നിനക്കില്ല എന്ന രീതിയിൽ പറയരുത്. എല്ലാവർക്കും അങ്ങനെ വരണം, എല്ലാവർക്കും നന്മ വരണം, എല്ലാവരും രക്ഷപ്പെടണം. അനുഗ്രഹങ്ങളെ എടുത്തു പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അത് സൂചിപ്പിക്കുന്ന ആയത്താണിത്. സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിന്റെ ഔദാര്യവും അള്ളാഹുവിന്റെ കരുണയും പറയൂ നബിയേ. ഫബിദാലിക ഫല്യഫറഹൂ, അത് പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസികൾ ആഘോഷിക്കട്ടെ, സന്തോഷിക്കട്ടെ. എന്താണ് ഈ പറയുന്നത്? ഖാല ഇബ്നു അബ്ബാസിൻ, പുണ്യനബി തങ്ങളുടെ എളാപ്പയായ അബ്ബാസ് എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ സ്വഹാബിയാണ്, മുഫസ്സിറാണ്, മുഫസ്സിരീങ്ങളുടെ നേതാവാണ്, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. അള്ളാഹു പറഞ്ഞ വചനങ്ങളുടെ ആശയം ഇങ്ങനെ എന്ന് പറയാൻ
ആധികാരികമായ അധികാരമുള്ള മഹാൻ സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ. എന്താ പറഞ്ഞത്? ഫദ്ലുല്ലാഹി അൽ ഖുർആൻ, അള്ളാഹുവിന്റെ ഔദാര്യം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഔദാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആൻ തന്നെയാണ്. അപ്പൊ റഹ്മത്തോ വറഹ്മതുഹു, അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്നത് ആരാണ്? എന്താ റഹ്മത്ത്? അതും ഖുർആനാണോ? അത് ഇസ്ലാം എന്നാണോ അതിനർത്ഥം? വറഹ്മതുഹു, ഇബ്നു അബ്ബാസ് തങ്ങൾ പറയട്ടെ, റഹ്മത്ത് അള്ളാന്റെ ഫദ്ലും ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അള്ളാന്റെ റഹ്മത്തിനെ കുറിച്ച് പറയണം എന്ന് പറയുന്ന റഹ്മത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ ആ റഹ്മത്തിനെ കുറിച്ച് പറയണ്ടയോ? അത് പറയുന്ന സദസ്സല്ലേ ഹബീബിനെ കുറിച്ച് പറയുന്ന മൗലിദ് പാരായണം ചെയ്യപ്പെടുന്ന സദസ്സുകൾ. എന്ത് കുഴപ്പമുള്ളത്? എന്താണ് ഈ ആയത്തിനെ മനസ്സിലാക്കുമ്പോൾ എന്തിന്റെ പേരിലാണ് ശറഇൽ അടിസ്ഥാനമില്ലാത്തത് എന്ന് പറഞ്ഞിട്ടെങ്കിലും അത് ബിദ്അത്ത് സയ്യിഅത്താണെന്ന് പറയാൻ പറ്റൂ? അടിസ്ഥാനമല്ലേ ഈ പറയുന്നത്? ഖുർആന്റെ ദലീലുകളല്ലേ ഇത്? അല്ലാഹു പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയേ, മനുഷ്യർക്ക് മാത്രമല്ല, ജിന്നുകൾക്ക് മാത്രമല്ല, ലോകാലോകങ്ങൾക്ക് നബിയെ അങ്ങ് റഹ്മത്താണ്, ലോകാലോകങ്ങൾക്ക് അങ്ങ് കരുണയാണ്. അങ്ങനത്തെ റഹ്മത്തിനെ കുറിച്ച് പറയൂ. ഫൽയഫറഹൂ, മുഅ്മിനീങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അത് ദുഃഖിക്കേണ്ട നാളല്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന നബിയാണ് നമ്മൾ ഓർക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാക്കരുത്. മഹാനായ ഹാഫിദ് ഇബ്നുൽ ജൗസി, ഇബ്നു ദഹിയ, ഇബ്നു കഥീർ, ഇബ്നു ഹജർ, ഇമാം സുയൂത്തി, ഈ പണ്ഡിതന്മാർ ഇവരൊക്കെ ഇമാമിയങ്ങളാണ്. ഇമാമിയങ്ങൾ പറയാത്തത് എന്ന് ഈ പറഞ്ഞ ആൾ സൂചിപ്പിച്ചത് കൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിക്കുക. ഈ പറഞ്ഞ ഇമാമിയങ്ങൾ മൗലിദുർ റസൂലിനെ കുറിച്ച് എന്താ പറഞ്ഞത് എന്ന് മാത്രം ഈ ഇങ്ങനെ ബിദ്അത്ത് എന്ന് പറയുന്ന ആളുകൾ ഒന്ന് പഠിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി ചർച്ച അത് ശേഷമാവാം. ഞാൻ അവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നില്ല, സമയം അധികരിച്ചു പോകും. അതുകൊണ്ട് ഇതൊരു പുണ്യമായ സദസ്സാണ്, ഇത് അല്ലാഹുവിന് ഇഷ്ടമുള്ളൊരു സദസ്സാണ്, ഹബീബിൻ്റെ അപദാനങ്ങൾ വാഴ്ത്തപ്പെടുന്ന ഒരു സദസ്സാണിത്. അള്ളാഹുവിൻ്റെ ഹബീബിനെ ഓർക്കുകയും ഹബീബിൻ്റെ ഹദറത്തിലേക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുകയും ചെയ്യേണ്ട സദസ്സാണ്. ഖദ് ജാഅകും മിനല്ലാഹി നൂർ, ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ യഹ്ദീ ബിഹില്ലാഹു മൻ ഇത്തബഅ റിദ്വാനഹു സുബുലസ്സലാം വയുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂരി ബിഇദ്നിഹി. ലോകത്തിന് അല്ലാഹു നൽകിയ പ്രകാശമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് പ്രകാശമാണ്. വിശുദ്ധ ഖുർആൻ പറയാണ്, ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. ഖുർആൻ അല്ലാഹു തന്നിരിക്കുന്നു. ഖുർആൻ മാത്രമാണോ തന്നത്? ആ ഖുർആനിനെ വ്യാഖ്യാനിക്കേണ്ടത് നബിയെ നിങ്ങളാണ്. അങ്ങയുടെ ഹദീസുകൾ അംഗീകരിക്കാതെ ഒരാൾ ഖുർആൻ മനസ്സിലാക്കുകയില്ല. ഖുർആനിൽ സംസമുണ്ടോ? ഖുർആനിൽ 5 വക്ത് നിസ്കാരത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ടോ? ഖുർആനിൽ എങ്ങനെ ഉംറ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഖുർആനിൽ അത്തഹിയാത്തിൽ എന്താ ചൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഒരൊറ്റ മറുപടിയാണ്, ഖുർആനിൽ ഒരായത്തുണ്ട്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. ഇതിനൊക്കെയുള്ള മറുപടി ഒരൊറ്റ ആയത്താണ്. എൻ്റെ റസൂല് എന്താണോ നിങ്ങളോട് ഉപദേശിക്കുന്നത്, നിങ്ങളോട് ഗുണദോഷിക്കുന്നത്, അത് നിങ്ങൾ സ്വീകരിക്കണേ. എൻ്റെ റസൂല് നിങ്ങളോട് അരുത് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യരുതേ എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് ഹദീസുകളിലേക്കാണ്. ഹദീസ് അംഗീകരിക്കാതെ ഖുർആൻ അംഗീകരിക്കാൻ കഴിയില്ല. ഖുർആൻ തന്നെ പറയാ എൻ്റെ റസൂല് പറഞ്ഞത് കേൾക്കണം, അതല്ലയോ ഹദീസ്. അതുകൊണ്ട് ഹബീബായ നബി തങ്ങളെ കുറിച്ച് അല്ലാഹു പറയുന്ന വാക്കിവിടെ നൂർ, പ്രകാശമെന്നാണ്. ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ഒരു പ്രസവം നടക്കുമ്പോൾ, ആമിന ബീവി പ്രസവിക്കുമ്പോൾ
ഉസ്മാൻ ഇബ്നു അബ്ദുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന ഉമ്മി ഹദ്ദസത്നി, എൻ്റെ ഉമ്മ എന്നോട് പറയാണ്, എൻ്റെ ഉമ്മയുടെ കൂട്ടുകാരിയായിരുന്നു ആമിന ബീവി. റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മയായ ആമിന റളിയല്ലാഹു അൻഹാ, റളിയല്ലാഹു അൻഹാ എന്ന് പറയണം. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് ഇത് പറയണം? അത് വിശദീകരിക്കാൻ സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. അവര് മുഅ്മിനീങ്ങളാണ്, നാജൂൻ, അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടുന്നവരാണ്. ഹബീബിന്റെ വാലിദൈൻ, അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയുമാണത്. എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും നീ പുറത്തു കൊടുക്കണേ, റഹ്മത്ത് ചെയ്യണേ എന്ന് ഹബീബ് ദുആ ചെയ്യുന്നു അവിടുത്തെ മാതാപിതാക്കൾക്ക് വേണ്ടി. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഇത് ഹബീബ് ദുആ ചെയ്തിട്ടുണ്ട് അവിടെ മാതാപിതാക്കൾക്ക് വേണ്ടി. ഇസ്ലാമിലല്ലാതെ കുഫറിലോ മറ്റോ മരിച്ചുപോയിരുന്നവരായിരുന്നുവെങ്കിൽ മഅദല്ലാഹ്, ഹബീബിനങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഹബീബ് ദുആ ചെയ്തത് മുഅ്മിനായ ഉമ്മാക്കും മുഅ്മിനത്തായ ഉമ്മാക്കും മുഅ്മിനായ ഉപ്പക്കും വേണ്ടി തന്നെയാണ്. ആമിന ബീവി റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആമിന ബീവി പറയാ, ആമിന ബീവിയെ കുറിച്ച് ഉസ്മാൻ ഇബ്നു അബ്ദുൽ ആസ് എന്നവരുടെ ഉമ്മ പറയുകയാണ്, ആമിന ബീവി പറഞ്ഞു, ഞാൻ പ്രസവിച്ചപ്പോ ഫജഅൽതു അൻദുറു, ഞാനിങ്ങനെ നോക്കുമ്പോൾ കഅബാലയത്തിന്റെ അടുത്താണ് ആമിന ബീവിയുടെ വീട്. അബ്ദുൽ മുത്തലിബിന്റെ പേരക്കിടാവ് പിറന്നിരിക്കുകയാണ് ഇവിടെ. വഖദ് അശ്റഖൻ നൂർ, മക്കയിലാകമാനം പ്രകാശം പരന്നിരുന്നു ഹബീബ് ജനിച്ചപ്പോ. വകഅന്ന നുജൂമ തദ്നൂ മിന്നി, ആകാശലോകത്തെ നക്ഷത്രങ്ങളെല്ലാം ഭൂമിയോട് ചേർന്ന് വരികയാണോ എന്ന് തോന്നത്തക്ക വിധം ആകാശലോകങ്ങളിലേക്ക് പ്രകാശത്തിന്റെ സ്ഫുരണങ്ങൾ. മക്കയിൽ ജനിച്ച പൊന്നുമോന്റെ ആ ജനനം നടന്ന ഗ്രഹങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ട് പ്രകാശമായിരുന്നു, പ്രകാശം പരക്കുകയായിരുന്നു. ലിറ്ററലി ഇറ്റ് വാസ് ലൈറ്റ്സ്. നബി തങ്ങളെക്കുറിച്ച് ഖുർആൻ ഉപയോഗിച്ച വാക്കും അതാ, നൂർ. നമുക്കൊക്കെ ഇരുട്ടത്ത് ലൈറ്റടിച്ചാൽ നമുക്ക് നിഴല് വരും അല്ലേ? വെയിലിൽ നിന്ന് കൊടുത്താൽ ഒരു ദിശയിൽ നിന്ന് വരുന്ന വെയിലാകുമ്പോൾ നമ്മുടെ ബോഡി മാസ്, അതിൻ്റെ ഒരു ഷെയ്ഡ് പുറത്ത് കാണാൻ പറ്റും, നിഴല് വരും നമ്മുടെ ബോഡിക്ക്. പ്രകാശത്തിനെതിരെ നിന്നാൽ പുണ്യ നബിക്ക് നിഴലില്ലായിരുന്നു എന്നത് ഹബീബിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ചില കറുത്ത നായകളോ കറുത്ത പൂച്ചകളോ രാത്രിയൊക്കെ ടോർച്ചടിച്ചിട്ട് നിഴലില്ലെങ്കിൽ, ഇരുട്ടത്തിൽ ഇട്ടടിച്ചാൽ ഒരു പൂച്ചയ്ക്കോ നായക്കോ ഏതിനും ഒരു ഒബ്ജക്റ്റിന് ബാക്കിൽ നിഴല് വേണമല്ലോ. ഒരുപക്ഷെ നിഴല് കാണുന്നില്ലെങ്കിൽ അവകൾ ജിന്നുകളാകാനുള്ള സാധ്യതയുണ്ടെന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. ഇനിയിപ്പോൾ കാണുന്ന പൂച്ചക്കൊക്കെ ലൈറ്റടിക്കാൻ നിൽക്കണ്ട, അങ്ങനെ വല്ല സംഭവം ഉണ്ടെങ്കിൽ. കാരണം അവർ വളരെ സറ്റിൽ സബ്ജക്റ്റ് കൊണ്ടുണ്ടാക്കപ്പെട്ടതാ, വളരെ നേർത്ത സാധനം, തീനാളം കൊണ്ടുണ്ടാക്കപ്പെട്ടതാ ജിന്നുകൾ. അപ്പം അതിനെ നിഴല് കാണൂല. പുണ്യനിബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശമായിരുന്നു, ഹബീബിന് നിഴലില്ലായിരുന്നു എന്നത് ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ച വിഷയമാണ്. തങ്ങൾക്ക് നിഴലില്ലായിരുന്നു, നൂർ. നാം മനുഷ്യരായിരുന്നു തങ്ങൾ. അവിടുത്തെ ശരീരം ഒരു മനുഷ്യന്റെ ശരീരം തന്നെയാണ്. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു, undeniably he was a human being. അത് ഒരു ഡൗട്ടുമില്ല. പക്ഷേ he was above and beyond human characteristics. അതായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരത്ഭുതമറിയുമോ? ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ഒരു കുഞ്ഞിനും കൈകുത്താനോ കാലുകുത്താനോ ഉള്ള ഒരാരോഗ്യം ഒരു കുഞ്ഞിനുണ്ടാവില്ല. അങ്ങനെയല്ലേ ചെറിയ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തിട്ടാ പ്രസവം നടക്കുക. പുണ്യനിബിതങ്ങൾ ഭൂമിയിലേക്ക് ജനിച്ചു വീണ ഉടനെ പ്രവാചകന്മാർക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചത് മനസ്സിലാക്കുന്ന മുസ്ലിമീങ്ങൾക്ക് ഇതിലൊരു പ്രയാസമില്ല. പുണ്യനിബിതങ്ങൾ ഭൂമിയിലേക്ക് ജനിച്ചു വീണ ഉടനെ അവിടുത്തെ മുഖം കുത്തിയിട്ടാണ് സുജൂദിൽ കിടക്കുന്ന പോലെയാണ് ഭൂമിയിലേക്ക് വന്നത് എന്ന് ഹദീസുകളിലുണ്ട്. ആമിന ബീവി റളിയല്ലാഹു അൻഹ അതിനെ സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട്. ഫഅ്തമദ അലാ യദൈഹി ഫസജദ ലിൽ വാഹിദിൽ അഹദ്, ഏകനായ അല്ലാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട് ഭൂമിയിലേക്ക് പിറന്നു വീണ നബിയാണിത്. വറഫഅ തർഫഹു നഹവ അസ്സമാ, കുഞ്ഞുങ്ങൾ അങ്ങനെ കണ്ണ് തുറക്കാറില്ല പ്രസവിച്ച ഉടനെ.
കണ്ണ് തുറക്കാൻ ഇച്ചിരി സമയമെടുക്കും. ഹബീബായ നബി തങ്ങൾ കണ്ണ് തുറന്നിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഈസ നബിയെ കുറിച്ച്, യേശുക്രിസ്തുവിനെ കുറിച്ച്, ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ വാക്കുകളും ചേർത്ത് വായിക്കണം. ഈസ നബി അലൈഹിസ്സലാം ജനിച്ചു വീണ ഉടനെ പല്ലോ നാവോ വാക്കുകളോ സംസാരങ്ങളോ ഒന്നും വ്യക്തമാവാത്ത ഒരു പ്രായത്തിൽ ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, എനിക്കൊരു ഗ്രന്ഥം നൽകപ്പെടാൻ പോകുന്നുണ്ട്, ഞാനൊരു പ്രവാചകനാണ്, എൻ്റെ ഉമ്മയോട് കരുണ ചെയ്യുന്ന മോനാണ് എന്ന് ജനിച്ച നാളിൽ സംസാരിച്ചവരാണ് ഈസ നബി എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചയുടനെ കണ്ണു തുറന്ന് ആകാശത്തേക്ക് ഒരുപാട് നേരം നോക്കി നിന്നത് ആമിന ബീവി റളിയല്ലാഹു അൻഹ ഓർത്തെടുക്കുന്നു. ചരിത്ര പണ്ഡിതന്മാർ മുഴുവനും അത് റിപ്പോർട്ട് ചെയ്തു. എന്തുകൊണ്ട്? ഉന്നതങ്ങളിലേക്ക് നോക്കുന്ന ഒരു നോട്ടമായിരുന്നു അത്. ഒരു ജനിച്ച കുഞ്ഞങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് ഈ ജനനം ഒരു സാധാരണ ജനനമല്ല. അത് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ബിംബങ്ങളും ഒരു ദിവസം തലകുത്തി വീണിട്ടുണ്ടെങ്കിൽ അന്ന് ബിംബാരാധന റോമിലും പേർഷ്യയിലും ബാബിലോണിയയിലും മെസപ്പൊട്ടേമിയയിലും നൈൽ നദീ തീരങ്ങളിലും സിന്ധു നദീ തീരങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ വിഗ്രഹങ്ങൾ വെച്ചെടുത്ത് മുഴുവനും ഓരോ വിഗ്രഹവും അത് മുഖം കുത്തി വീണ ഒരു ദിവസമുണ്ട് ചരിത്രത്തിൽ. അത് ഹബീബ് ജനിച്ചു വീണ ദിവസമായിരുന്നു. തനക്കസത്തിൽ ഇത് ലോകത്തിന്റെ ഗുരുവെന്ന ഈ അന്ത്യപ്രവാചകന്റെ വരവിനെ ലോകത്തോട് വിളിച്ചറിയിക്കുകയായിരുന്നില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല. നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയുടെ അനുജനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, വഅൻത ലമ്മാ വുലിത്ത അശ്റഖത്തിൽ അർദു വളാഖത് ബിഹൽ ഉഫുഖു فنحن في ذاك الضياء وذلك النور سبل الرشاد نخترق. ലോകപ്രവാചകരെ, അൻത ലമ്മാ വുലിത്ത, അങ്ങ് ജനിച്ചു വീണപ്പോൾ അശ്റഖത്തിൽ അർദു, ഭൂമിയാകമാനം പ്രകാശം സ്വരിയുകയായിരുന്നുവല്ലോ. അങ്ങ് ജനിച്ചപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനെ കുറിച്ചുള്ള ക്ലിപ്പ് പറഞ്ഞിട്ട് നബി തങ്ങളുടെ മൗലിദിനെയൊക്കെ ചേർത്ത് വായിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. എന്താണ് മനുഷ്യന്മാർ മനസ്സിലാക്കാത്തത് എന്ന്. ഇങ്ങനെ കണ്ണ് ചിമ്മിരിട്ടാക്കുകയാണോ? നമ്മുടെ ജനനം പോലെയാണോ ഹബീബിൻ്റേത്? ഒരു മനുഷ്യന്റെ ജനനത്തിന്റെ ദിവസത്തിന് അള്ളാഹുവിന്റെ പ്രവാചകന്മാരോ മഹത്തുക്കളോ ആകുമ്പോൾ അതിന് പ്രത്യേകമായ പരിഗണനയുണ്ട് എന്ന് പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനാണ്. ഖുർആനിലുണ്ടോ? ഉണ്ട്. സൂറത്ത് മറിയം എടുത്തു നോക്കി, സൂറത്ത് ആൽ ഇമ്രാൻ, സൂറത്ത് മറിയമിലെ ഭാഗമാണ് ഞാൻ ഓതുന്നത്. മൗലിദിന് കിതാബിൽ എന്താ നമ്മൾ ഓതുന്നത്? ആമിന ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചത്, പ്രസവം നടക്കുന്നത്, ആ കുഞ്ഞ് ജനിച്ച ഉടനെ നടക്കുന്ന സംഭവങ്ങൾ, ഇതൊക്കെയല്ലേ സൂറത്ത് മറിയമിലേക്ക് വരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഫിൽ കിതാബി മറിയം, മറിയം എന്ന മഹദിയെക്കുറിച്ച് നബിയെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ക്രിസ്തീയ സഹോദരങ്ങൾക്ക് ഇത് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. കന്യാ മറിയമിനെ കുറിച്ചാണ് ഈ പറയുന്നത്. മറിയം അലൈഹസ്സലാം, മറിയം ബീവിയെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്താ പറയുന്നത്? വദ്കുർ ഫിൽ കിതാബി മറിയം ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യാ. മറിയം ബീവി ആരാ? അള്ളാഹുവിന്റെ വലിയത്താണ്. വലിയത്താണ്. വലിയ എന്ന് പറയാൻ ആണിന് പറയും വലിയ, അള്ളാഹിന്റെ വലിയ. പെണ്ണിനാകുമ്പോൾ വലിയ. അള്ളാഹുവിന്റെ വലിയത്തായ ഒരു മഹദിയാണ്. നബിയാണോ മറിയം ബീവി? അല്ല. മറിയം ബീവി പ്രവാചകനാണോ? അല്ല. മഹദിയാണ്, പുണ്യമുള്ള ഒരു പെണ്ണാണ്, ഒരു പ്രവാചകന്റെ ഉമ്മയാണ് മറിയം ബീവി. ആ ബീവിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞു വരുന്ന ഭാഗങ്ങൾ ഒന്ന് നോക്കൂ. നമ്മള് പുണ്യനബി തങ്ങളുടെ മൗലിദ് ആചരിക്കുമ്പോൾ തങ്ങളുടെ ജനന സമയത്തുള്ള സംഭവ വികാസങ്ങൾ പറയും. ഖുർആനി പറയുന്നത് എത്ര മനോഹരമാണ്. ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യാ. ജെറൂസലേമിന്റെ കിഴക്ക് ഭാഗത്തേക്ക് മറിയം ബീവി മാറി താമസിച്ച നേരം ഒന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ. ഗർഭം ധരിച്ചപ്പോ ഭർത്താവില്ലാതെ
ജിബ്രീൽ അലൈഹിസ്സലാം റൂഹ് വന്ന് ഊതിക്കൊടുക്കുമ്പോൾ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം, മഹാനായ ഈസ നബി ആ ഗർഭാശയത്തിൽ ജന്മമെടുക്കുന്നു. ദ ഇൻസെപ്ഷൻ ഹാപ്പൻസ്. ആരാ? അള്ളാഹുവിൻ്റെ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാം റൂഹ് ഊതിക്കൊടുക്കുകയാണ് ഉണ്ടായത്. ശരീരസ്പർശമുണ്ടായിട്ടില്ല. അത്ര മനോഹരമാണ്. ജൂതന്മാർ പറഞ്ഞു മറിയം ബീവി വ്യഭിചരിച്ചു. ക്രിസ്ത്യാനികൾ പറഞ്ഞു മറിയം ബീവി ദൈവം തന്നെയാണ്, ദൈവത്തിന് തുല്യയാണ്, ത്രിയേകം, മൂന്ന് ദൈവങ്ങളിൽ ഒന്നാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇസ്ലാം പറഞ്ഞു ഇത് രണ്ടുമല്ല, മറിയം ബീവി മഹത്വമുള്ള ഒരു മഹതിയാണ്, ഒരു പ്രവാചകന് ജന്മം കൊടുത്ത ഉമ്മയാണ്, ചാരിത്രശുദ്ധിയുള്ള മഹതിയാണ്. വ്യഭിചാര ആരോപണം ഖുർആനിൽ ഒരു മഹദിയുടെ പേരിലെ ഖുർആനിൽ ഒരു സൂറയുള്ളൂ. അമ്പിയാക്കന്മാരുടെ പേരിൽ സൂറുണ്ട്, പ്രവാചകരല്ലാത്തവരുടെ പേരിൽ സൂറയുണ്ട്, സൂറത്തുൽ ഖുമാൻ. പക്ഷേ ഒരു പെണ്ണിൻ്റെ പേരിൽ സൂറയുണ്ടെങ്കിൽ ഫാത്തിമ ബീവിയുടെയോ ഖദീജ ബീവിയുടെയോ പേരിലല്ല. പിന്നെയോ സൂറത്തു മറിയം. ഗർഭമുണ്ടായ നേരത്ത് ജെറൂസലേമിൻ്റെ ഈസ്റ്റേൺ ഭാഗങ്ങളിലേക്ക് മറിയം ബീവി മാറി താമസിച്ചതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ജെറൂസലേമിൽ മസ്ജിദുൽ അഖ്സയിലൊക്കെ പോയ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒന്നിങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്തു നോക്കുക ആ ഒരു ഖുദ്സ്. അള്ളാഹു ആ നാടിനെ സുരക്ഷിതമാക്കട്ടെ. അവിടുത്തെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക്, അവിടുത്തെ ബഹുജനങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫഅർസൽനാ ഇലൈഹാ റൂഹനാ വതമസ്സല ലഹാ ബശറൻ സവിയ്യാ. എൻ്റെ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാമിനെ മറിയം ബീവിയിലേക്ക് പറഞ്ഞയച്ചത് നബിയെ നിങ്ങളൊന്ന് ഓർക്കുക, പറഞ്ഞു കൊടുക്കുക. നബി തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുമ്പോൾ ജിബ്രീലു അലൈഹിസ്സലാം ആ കഥ പറയും. മീകാഈലു അലൈഹിസ്സലാം, അള്ളാഹുവിൻ്റെ മലക്കുകൾ മറിയം ബീവിയെ വന്നുപോയത് ചരിത്രത്തിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യും. മറിയം ബീവിൻ്റെ കഥയിൽ ഖുർആൻ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഖാല ഇന്നമാ അന റസൂലു റബ്ബികി ലിഅഹബ ലകി ഗുലാമൻ സകിയ്യാ. മറിയമേ, നിങ്ങൾക്ക് സതീർത്ഥനായ ഒരു പുത്രൻ ജനിക്കാൻ പോകുന്നു എന്ന് സന്തോഷവാർത്ത അറിയിക്കാൻ വന്ന സുവിശേഷകനാണ് ഞാനെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. മറിയം ബീവിക്ക് സ്വപ്നമുണ്ടാകുന്നുണ്ട്. ബീവി ലഖദ് ഹമൽതി മിനൽ മുതഹ്ഹരി മിനദ് ദനസി വൽ ഖനാ. നിങ്ങൾ ഗർഭം ധരിക്കുന്ന ഈ കുഞ്ഞ് ഒരു പാപവുമില്ലാത്ത ശുദ്ധനായ മോനാണ്. ഇതല്ലേ നമ്മൾ പാരായണം ചെയ്യുന്നത്. ഇതിനൊക്കെ വിധേയത്ത് എന്ന് പറയുന്നാൽ എന്ത് ചെയ്യും? ഫഹമലത്ഹു, മറിയം ബീവി ഗർഭം ധരിച്ചു. ദ ഇൻസെപ്ഷൻ ഹാപ്പൻസ്. മറിയം ബീവി ഗർഭം ധരിച്ചു. ഫന്തബദത് ബിഹി മകാനൻ ഖസിയാ. മറിയം ബീവിക്ക് ആ നാട്ടിൽ നിന്ന് ദൂരെ ഒരു പ്രദേശത്തേക്ക് മാറിപ്പോകേണ്ടി വന്നു. ഗർഭം ധരിച്ച കഥ പറഞ്ഞു. فأجاءها المخاض إلى جذع النخلة. മറിയം ബീവിക്ക് പ്രസവ വേദന വന്നതും ഖുർആൻ പറഞ്ഞു. അതിന്റെ മൗലിദിന്റെ കിതാബിലില്ലേ, ലൈലത്തുൽ സാനി അശ്റ മിൻ ഷഹ്രി റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ 12-ന് മറിയം ബീവിക്ക് പ്രസവ വേദന വന്നു. قالت يا ليتني مت قبل هذا وكنت نسيا منسيا فناداها من تحتها. മറിയം ബീവി ഗർഭം പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അല്ലാ തഹസനി, പ്രസവം നടക്കുന്നതിന് മുമ്പ് അല്ലാ തഹസനി, നിങ്ങൾ സങ്കടപ്പെടരുത് എന്ന് മാലാഖ വിളിച്ചു പറഞ്ഞതും ഖുർആൻ. കുഞ്ഞിനെ കൊടുത്തു. ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിലുഹു. പുണ്യനബിയെയും പ്രവാചകനായ ഈസ നബിയെയും ചുമന്നുകൊണ്ട് മറിയം ബീവി കടന്നു വന്നു. യാ ഉഖ്ത ഹാറൂൻ, ഹാറൂൻ എന്ന് പറയുന്ന ഒരു മഹാൻ കഴിഞ്ഞുപോയ തലമുറയിലെ പുണ്യവതിയായ ഒരു ഉമ്മയുടെ മോളെ മറിയമേ, മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയാ. നിങ്ങളുടെ ഉമ്മയായ ഹന്നത്ത് ബീവിയോ നിങ്ങളുടെ ഉപ്പയായ ഇമ്രാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രപിതാക്കന്മാരിൽ കഴിഞ്ഞുപോയവരോ ആരുമേ വ്യഭിചാരം ചെയ്തവരല്ലല്ലോ. എങ്ങനെ മറിയമേ നിങ്ങൾക്ക് കുഞ്ഞുണ്ടായി എന്ന് ആളുകൾ ചോദിച്ചു. ഫഅശാറത് ഇലൈഹി, ആ പൊന്നുമോനോട് ചോദിക്കാൻ പറഞ്ഞു മറിയം ബീവി.
ആരാ പൊന്നുമോൻ? ഈസാ നബി അലൈഹിസ്സലാം. ഇത് വിശുദ്ധ ഖുർആനാണ്, മനുഷ്യരുടെ വാക്കല്ല. അപ്പൊ അവര് ചോദിച്ചു, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യാ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകാന അവ്വല മാ നതഖ, ഹബീബായ നബി ആദ്യമായി സംസാരിച്ചത് ഉപ്പ ഉമ്മ എന്ന വാക്കുകളായിരുന്നില്ല. പുണ്യനബി ആദ്യം സംസാരിച്ച വാക്കുകൾ ഏതാണ്? ദിക്റായിരുന്നു. പുണ്യനബി ആദ്യം സംസാരിച്ചത് അല്ലാഹു ജല്ല ജലാലു റബ്ബിർ റഫീ, ജല്ല ജലാലു റബ്ബിർ റഫീ, അല്ലാഹു അക്ബർ കബീറാ വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ. ഈ ഒരു സെന്റൻസ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇത് മിത്താണ്, ഇത് ഐതിഹ്യമാണ്, ഇത് ഡിങ്കൻ കഥയെന്ന് പറയാൻ നിൽക്കണ്ട. ഇത് മുസ്ലിമീങ്ങളോട് മുഅ്മിനീങ്ങളോടാണ് പറയുന്നത്. അവർക്കിത് മനസ്സിലാവും. അല്ലാത്ത ഡിങ്കൻകാർക്ക് അതേ അറിയുള്ളൂ. അവർ ആ ഡിങ്കനായിട്ട് പോയിക്കോട്ടെ. പ്രമാണബദ്ധമായൊരു വിഷയം പറയുമ്പോൾ അവിടെ മനുഷ്യന്റെ ബുദ്ധിയെ താഴെ വെക്കേണ്ടി വരും, പ്രമാണത്തെ അംഗീകരിക്കേണ്ടി വരും. അതിനാദ്യം പടച്ചോനുണ്ടോ ഇല്ലെന്ന് തീരുമാനിച്ചിട്ട് വരണം. അല്ലാത്തവരോട് എന്ത് പറയാനാ? അതുകൊണ്ട് ഈ സംഭവങ്ങൾ പറയുമ്പോൾ ഇതൊന്നും അറിയാത്ത എക്സുകളോ അല്ലാത്തവരോ വന്നിട്ട് എന്ത് ചെയ്യരുത്, കമൻ്റ് ഇടാൻ വരണ്ട. എന്ത് ചെയ്യുക? ഇത് നിങ്ങളോടല്ല പറയണത്, മുഅ്മിനീങ്ങളോടാണ്. അവർക്കൊരു പ്രശ്നമില്ല. നിങ്ങളെ വഴിക്ക് വയ്ക്കോ. പുണ്യനബി തങ്ങൾ പറഞ്ഞ അവ്വലുമാ നതഖ ബിഹി, പുണ്യനബി തങ്ങൾ ആദ്യം പറഞ്ഞത് ജല്ല ജലാലു റബ്ബിർ റഫീ, എന്റെ ഉന്നതനായ പടച്ചവൻ എത്ര മഹോന്നതനാണ്. മുമ്പൊക്കെ വേദ പറയുമ്പോ ഖാലല്ലാഹു അസ്സ വജൽ, നസ്സമാര് പറയുമ്പോ സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലാഹു ഒക്കെ ഉണ്ടോ? ഇടയ്ക്ക് അതൊക്കെ പറയണല്ലേ. ഖാലല്ലാഹു അസ്സ വജൽ, ഉന്നതനും മഹോന്നതനുമായ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ഖുർആൻ ആയത്തോതി അങ്ങനെ പറയാ. സുബ്ഹാനഹു വതആല, ഉന്നതനും മഹോന്നതനുമായ റബ്ബ്, ലാ ഇലാഹ ഇല്ലാഹു, ആരാധനക്ക് അർഹതയുള്ളവൻ അവൻ മാത്രമേ ഉള്ളൂ. ആരാധിക്കപ്പെടുന്നവരോട് കുറേ ഉണ്ട്. അർഹതയുള്ളത് ഒരു മുസ്ലിം വിശ്വസിക്കുന്ന അങ്ങനെയാണ്. വേറെ മതവിശ്വാസികൾ അവരുടെ വിശ്വാസമുണ്ട്. എല്ലാവർക്കും അവരുടെ വിശ്വാസം കൊണ്ട് നടക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരു നാടാണിത്. നമ്മളാരും നമ്മളെ വിശ്വാസം അടിച്ചേൽപ്പിക്കുകയല്ല. നമ്മൾ വിശ്വസിക്കുന്നത് ഇതാണെന്നാണ് ഇപ്പോൾ ബാങ്കിലൊക്കെ പറയണത്. നമ്മളിതാ വിശ്വസിക്കുന്നത്, അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഓരോരുത്തർക്ക് എത്ര വിശ്വാസങ്ങളുണ്ടാകാം. ജല്ല ജലാലു റബ്ബിർ റഫീ, അല്ലാഹു അക്ബറു കബീറാ, അല്ലാഹു വലിയ വിഷയമാണ്. അല്ലാഹു എല്ലാറ്റിലും ഏറ്റവും മഹോന്നതനാണ്. വൽഹംദുലില്ലാഹി കസീറാ, എൻ്റെ റബ്ബിനാണ് എല്ലാ സ്തുതിയും. വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ, രാവിലും വൈകുന്നേരവും പകലന്തിയോളം എൻ്റെ റബ്ബ് മഹോന്നതനാണ് എന്ന ആ ഒരു സെന്റൻസാണ് പുണ്യനബി തങ്ങൾ ആദ്യമായി പറഞ്ഞത്. ഉലമാക്കൾ പറയാ മൻ അല്ലമഹു ഹാദാ, ആരായിരിക്കും നബി തങ്ങൾക്ക് ഇത് പറയാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുക? ഒരു കുഞ്ഞ് സംസാരപ്രായത്തിന് മുമ്പ് സംസാരിച്ചു. പുണ്യനബി സംസാരിച്ചു എന്ന് പറയുമ്പോൾ തെളിവുണ്ടോ? തെളിവിത ഖുർആനിൽ. ഇനി ഈസാ നബിയുടെ ചരിത്രത്തിലേക്ക് വരിക. ഖാല, ജനിച്ചു വന്ന മോൻ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഇന്റർവെൻഷനിലൂടെ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ചുമന്ന് പ്രസവിച്ച ആ മോൻ റൂഹുല്ലാഹി വകലിമതുഹു ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാം. എന്തു പറഞ്ഞു? ഇനി പറയുന്നു ഈ സെന്റൻസ് ഈസാ നബിക്ക് പറയാമെങ്കിൽ പുണ്യനബി പറഞ്ഞ ഈ വാക്കുകൾക്ക് എന്ത് പ്രശ്നമുള്ളത്? ഈസാ നബി എന്ത് പറഞ്ഞു? ഖാല, ഹി സെഡ്. ആര് പറഞ്ഞു? ഈസാ നബി പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹ്, I am the slave of God. ഞാൻ അല്ലാഹുവിൻ്റെ ദാസനാണ്. അതാനിയൽ കിതാബ്, he gave me the book, the gospel. പടച്ചതമ്പുരാൻ എനിക്ക് വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. വജഅലനി നബിയ്യ, and he made me a prophet, എന്നെ പ്രവാചകനാക്കി മാറ്റിയിട്ടുണ്ട്. വജഅലനി മുബാറക, and he made me blessed, ഞാൻ അനുഗ്രഹീതനാണ്, എന്നെ റബ്ബ് അങ്ങനെയാണ് മാറ്റിയത്. ഐനമാ കുൻത്, wherever I be, ഞാൻ എവിടെയായിരുന്നാലും എനിക്ക് ബറക്കത്തുണ്ടെന്ന് എൻ്റെ റബ്ബ് നിശ്ചയിച്ചു. വഔസാനി ബിസ്സലാഹ്, and he enjoined me with prayer, നിസ്കരിക്കാൻ പറഞ്ഞു എൻ്റെ റബ്ബ് എന്നോട്. വസക്കാ, and alms tax, സകാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു എന്നോട്. മദുംതു ഹയ്യ,
as long as I am alive. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിസ്കരിക്കണം, സക്കാത്തും കൊടുക്കണം, ദീനിൻ്റെ പ്രമാണങ്ങൾ ചെയ്യണം എന്ന് എന്നോട് എൻ്റെ റബ്ബ് പറ. ആരെ പറഞ്ഞറിയോ? പല്ലു മുളക്കാത്ത പൊന്നുമോൻ ഈസാ നബി അലൈഹിസ്സലാം. കഴിഞ്ഞിട്ടില്ല. വബർറൻ ബിവാലിദതി, and I have to be loyal to my mom, loving and caring. എൻ്റെ ഉമ്മയെ സ്നേഹിക്കണമെന്നും ഉമ്മയെ പരിപാലിക്കണമെന്നും എൻ്റെ റബ്ബെന്നോട് പറഞ്ഞു. ഉമ്മ വാപ്പാന്ന് പറയാൻ വയ്യ, വാപ്പല്ലല്ലോ, അതുകൊണ്ട് ഉമ്മയെ മാത്രം പറഞ്ഞു. വബർറൻ ബിവാലിദതി. അപ്പോഴാളുകൾക്ക് മറുപടി വരുന്നത്, ആരാണ് ഈ കുഞ്ഞിൻ്റെ, ഹു ഈസ് ദ ഫാദർ ഓഫ് ദിസ് ചൈൽഡ്? ഈ കുഞ്ഞിന് ഫാദർ ഇല്ല, ഉമ്മയേ ഉള്ളൂ. ഏതുപോലെ ആദം നബിക്ക് ഫാദറും മദറും ഇല്ലല്ലോ. ആദം നബി വിശ്വസിക്കുന്നവരല്ലേ ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും ജൂതന്മാരും ഒക്കെ. മറിയം ബീവിക്ക് വാപ്പയുടെ ഒരു എന്താ പറയാ, there is a male origin. ആദം നബിയുടെ വാരിയലിൽ നിന്ന് ഹവ്വാ ബീവിനെ ഉണ്ടാക്കുന്നത്, ഹവ്വാ ബീവിയെ. അപ്പോൾ ഒരു പുരുഷന്റെ ഒരു പിതാവ് എന്ന് പറഞ്ഞുകൂടാ, എന്നാലും ഒരു പുരുഷന്റെ ഒരു ഒറിജിൻ അവിടെ ഉണ്ട്. ആദം നബിയിൽ നിന്നാണ് ഹവ്വാ ബീവി. പക്ഷെ ഹവ്വാ ബീവിക്ക് ഉമ്മ ഉണ്ടോ? ഇല്ല. ഈസാ നബിക്ക് ഉമ്മയുണ്ട്, വാപ്പയില്ല. നമുക്ക് ഉമ്മയും വാപ്പയുണ്ട്. ഇങ്ങനത്തെ യഖ്ലുഖു മാ യശാ, അള്ളാഹുവിന് വേണ്ടതൊക്കെ സൃഷ്ടിക്കാൻ പറ്റും എന്ന് പഠിപ്പിക്കുക മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം. വബർറൻ ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ്യാ. And Allah didn't make me arrogant. അള്ളാഹു എന്നെ അഹങ്കാരിയാക്കി മാറ്റിയിട്ടില്ല. ഷഖിയ്യ ആൻഡ് ദ ലോസ്റ്റ്. ഞാൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നവനല്ല, ഞാൻ ഒരിക്കലും ഫെയില്യൂർ ആകുന്ന ആളല്ല. അള്ളാഹു എന്നെ നല്ലവനായിട്ടാണ് പഠിച്ചത്. ഇനി പറഞ്ഞിട്ട് എന്താ ഈസനി പറയുന്ന വാക്കെന്താണെന്നറിയോ? വസ്സലാമു അലയ്യ യൗമ വുലിദ്. മൗലിദിൽ എന്താ ഉള്ളതെന്ന് ചോദിക്കുന്നവർക്ക് ഒരു ഖുർആനിലെ മറുപടി ഇതാണ്, വസ്സലാമു അലയ്യ യൗമ വുലിദ്. പീസ് ബി അപ്പോൺ മീ ദ ഡേ ഐ വാസ് ബോൺ. ഞാൻ ജനിച്ച നാളിൽ എനിക്ക് സമാധാനമാണ്. ജനിച്ച ദിവസം ഈസാ നബി ജനിച്ച ദിവസം സലാമാണെങ്കിൽ ഈസാ നബിയെക്കാളും ഖൈറല്ലയോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ആ ഹബീബിൻ്റെ ജനനം മൗലിദുഹു, അത് സലാമല്ലയോ? അത് സുരക്ഷിതമല്ലേ? അത് രക്ഷയല്ലേ? അത് സമാധാനമല്ലേ? ഈസാ നബിക്ക് അങ്ങനെയാണെങ്കിൽ ഈസാ നബിയെക്കാളും മീതയല്ലേ മുഹമ്മദ് മുസ്തഫ തങ്ങൾ സ്വല്ലല്ലാഹു. വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അഥു ഹയ്യാ. Peace be upon me the day I was born, the day I will die, and the day I will be resurrected. എനിക്ക് പുനർജന്മം നൽകപ്പെടുന്ന ദിവസം, ഞാൻ മരണപ്പെടുന്ന നാള്, ഞാൻ ജനിച്ച നാള്, ഇതൊക്കെ സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, സലാമിൻ്റെ നാളുകളാണ് എന്ന് ഈസാ നബി അലൈഹിസ്സലാം. ദാലിക ഈസ ഇബ്നു മറിയം, that was Jesus son of Mary. അതാണ് മറിയമിൻ്റെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞത് ഒരു കുഞ്ഞിൻ്റെ ജനനം നടന്ന സംഭവങ്ങളാണ്. ഗർഭം മുതൽ പ്രസവം നടന്നതടക്കമുള്ള സംഭവങ്ങൾ. തന്നെയല്ലേ മൗലിദിൻ്റെ കിതാബിലുള്ളത്. ഇതിനും പറയൂ ബിദ്അത്ത്. അപ്പോൾ ഖുർആനെ പറ്റി എന്താ നിങ്ങൾ പറയാ? ഒരാൾ ചെയ്തില്ല എന്ന് വിചാരിച്ച് ബാക്കിയൊക്കെ ചെയ്യാൻ പാടില്ല, അങ്ങനെ വന്നോ? അതുമില്ലല്ലോ. അതുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ കുഫറാണ്, കാഫറാണ്, മുശ്രിക്കാണ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഗൗരവമുള്ള വാക്കുകളാണ്. നമ്മളാരും പറയാൻ നിൽക്കണ്ട. അതിൻ്റെ ഉത്തരവാദിത്വം പറയുന്നവർ ഏറ്റെടുത്തോട്ടെ. ഹബീബിനെ നമ്മൾ ഓർക്കുകയാണ് ഇവിടെ. ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയാണ്. ഹബീബിൻ്റെ ഹദറത്തിലേക്ക് നമ്മുടെ സ്വലാത്തുകൾ മഞ്ഞപ്പാറയിലെ ഈ മഹല്ല് ജമാഅത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്ന് ഉയരുന്ന സ്വലാത്തിൻ്റെ ശബ്ദം, നമ്മുടെ മനസ്സുകളുടെ നാവിൻ്റെ മന്ത്രം ഹബീബിൻ്റെ റൗദയിൽ ചെന്ന് അലയടിക്കുമെന്നതിൽ സംശയമില്ല. സല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുമിച്ച് വരക്ക ചൊല്ലിക്കൊള്ളൂട്ടാ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. فخرج من عينيه نور فوق النور.
പുണ്യനബി ജനിച്ച ഉടനെ ആ കണ്ണുകളിൽ നിന്ന് പ്രകാശവും പ്രകാശത്തിനുമേൽ പ്രകാശവും ഞങ്ങൾ കണ്ടു. ഇത്വസല ബിസ്സമാഇ ഫീ മശാഹിദി ആമിന വമൻ ഹവാലൈഹാ. ആമിന ബീവിയും ആ കുഞ്ഞിന് ജന്മം നൽകിയ ഉമ്മയും കൂടെയുള്ള ആളുകളുമൊക്കെ ആകാശലോകത്തേക്കുയരുന്ന പ്രകാശ കിരണങ്ങളെ കണ്ണ് നിറയുവോളം കണ്ടു. അതാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅൻത ലമ്മാ ഉലിത്ത. നോക്കണം, ഹബീബിന്റെ മൗലിദ് ആചരിച്ചുകൊണ്ട് പാടിയൊരു പാട്ട് തന്നെയായത് അബ്ബാസ് തങ്ങളുടെ. വഅൻത ലമ്മാ ഉലിത്ത അശ്റഖത്തിൽ അർളു വലാഖത് ബിഹൽ ഉഫുഖു. നബിയേ, ഇതൊരു തെളിവാണ്. അബ്ബാസ് തങ്ങൾ പറയുന്നു നബിയോട്, നബിയേ വഅൻത ലമ്മാ ഉലിത്ത, അങ്ങേക്ക് ജനനമുണ്ടായപ്പോൾ, അങ്ങ് ജനിച്ചപ്പോൾ, അശ്റഖത്തിൽ അർളു, ഭൂമിയാകെ പ്രഭാപൂരിതമായല്ലോ നബിയേ, വലാഖത് ബികൽ ഉഫുഖു, ചക്രവാള സീമകളെല്ലാം പ്രകാശമയമായല്ലോ, പ്രശോഭനമായല്ലോ, പ്രഭയാൽ നിറഞ്ഞ് കണ്ണഞ്ചുന്ന പ്രകാശരശ്മികളാൽ നിറഞ്ഞ് ചക്രവാള സീമകളെല്ലാം അങ്ങയുടെ ജനനം നടന്നപ്പോൾ അലങ്കൃതമായല്ലോ നബിയേ. മൗലിദല്ലേ ഇത്? തങ്ങളോടായി പറയണത്. തങ്ങൾ എന്താ മറുപടി പറഞ്ഞു കേൾക്കണേ, അപ്പോഴേ ഇത് സംഭവം മനസ്സിലാവുള്ളൂ. فنحن في ذلك الضياء وذلك النور سبل الرشاد نخترق. അങ്ങ് ചിതറിത്തന്ന പ്രകാശത്തിലാണ് നബിയെ ഞങ്ങൾ സന്മാർഗത്തിന്റെ വഴികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് വിതറിത്തന്ന പ്രകാശത്തിലാണ് നബിയെ ഞങ്ങൾ സന്മാർഗദർശികളാകുന്നത്, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന മക്കളാകുന്നത്, ഉപ്പയോട് കരുണ ചെയ്യുന്നവരായി മാറുന്നത്. ഹബീബായ നബിയെ, അങ്ങ് വിതറിയ പ്രകാശത്തിൽ നിന്നാണ് നബിയെ ഞങ്ങൾ സന്മാർഗം കാണുന്നത്, ഞങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ പറ്റുന്നത്, ഞങ്ങൾക്ക് പുഞ്ചിരിക്കാൻ പറ്റുന്നത്, ഞങ്ങൾക്ക് സൽക്കർമ്മികളാകാൻ പറ്റുന്നത്, ഞങ്ങൾ കളവ് പറയാതെ, മദ്യപിക്കാതെ, വ്യഭിചരിക്കാതെ, ലഹരി ഉപയോഗിക്കാതെ, ഇതെല്ലാം മനുഷ്യന്റെ ജന്മാവകാശത്തിന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയുമ്പോഴും നബിയേ ഞങ്ങളോടത് പാടില്ലെന്നങ്ങ് പറഞ്ഞുവല്ലോ, അതുകൊണ്ട് ഞങ്ങളത് ചെയ്യില്ല നബിയേ എന്ന് ഹബീബിന്റെ ഉമ്മച്ചികൾ അങ്ങ് തന്ന വെളിച്ചത്തിലാണ് ജീവിക്കുന്നത്. നാളെ മരണശേഷം അനന്തമായ സ്വർഗലോകത്ത് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ചെന്ന് വിജയിക്കാൻ. അൻത ലമ്മാ ഉലിത്ത അശ്റഖത്തിൽ അർളു വലാഖത് ബിഹൽ ഉഫുഖു ഫനഹ്നു ഫീ ദാലിക അദ്ദിയാഇ വദാലിക അന്നൂരി സുബ്ല റശാദി നഖ്തരിഖു. അങ്ങയുടെ ജനനത്തെക്കുറിച്ച് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞപ്പോ പുണ്യനബി കൊടുത്ത മറുപടി എന്താണെന്നറിയുമോ? ലാ യഫ്ളുലില്ലാഹു ഫാക്. അങ്ങയുടെ പല്ലുകൾക്ക്, അങ്ങയുടെ വായക്ക് ഒരു കുഴപ്പവും സംഭവിക്കാതിരിക്കട്ടെ. എത്ര നല്ല വാക്കുകളാണ് ആ പറഞ്ഞത്. ആ ഹബീബിന്റെ പ്രാർത്ഥന കാരണം 80 വയസ്സ് കഴിഞ്ഞിട്ടും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഒരു പല്ല് പോലും കൊഴിഞ്ഞു പോയിട്ടില്ലായിരുന്നു എന്നത് ഹബീബിന്റെ മുഅ്ജിസത്താണ്. അങ്ങയുടെ വായക്കൊരു കുഴപ്പവും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ലാ യഫ്ളുലില്ലാഹു ഫാക്. അറബിയിലൊരു വാക്കുണ്ട് ലാ ഫുല്ല ഫൂക്ക്, അങ്ങനെ പറയും. ലാ യഫ്ളുലില്ലാഹു ഫാക്. അങ്ങയുടെ വായക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എത്ര മനോഹരമായ വാക്കുകളാണ് അങ്ങ് പറഞ്ഞത് എന്ന് ആശീർവദിച്ചു പുണ്യനബി. ആ ആശീർവാദത്തിന്റെ പേരിൽ 80 കഴിഞ്ഞ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഒരു അണപ്പല്ല് പോലും പൊടിഞ്ഞു പോയിട്ടില്ലായിരുന്നു. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലം യജിദ്ക യതീമൻ ഫആവാ ووجدك ضالا فهدى
വവജദക ആയിലൻ ഫഅഗ്നാ. അല്ലാഹു തർബിയത്ത് ചെയ്തതാണ് ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ തർബിയത്താണ്. അല്ലാഹു തർബിയത്ത് ചെയ്ത ഒരാൾക്ക്, ആ ഒരാളെ ആർക്ക് അവരുടെ മനാഖിബുകൾ പറഞ്ഞു തീർക്കാൻ കഴിയും? ആർക്ക് ഹബീബിനെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ കഴിയും? ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം.